കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. പല ആളുകളും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈവത്തോട് വളരെയധികം പരാതിയുള്ളവരാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ കഷ്ടങ്ങളിലോ അവരുടെ നിരാശകളിലോ അവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് മനുഷ്യൻ ഇപ്രകാരം പറയാൻ കാരണം, അല്ലെങ്കിൽ ഇപ്രകാരം പ്രതികരിക്കാൻ കാരണം? ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 34 അധ്യായം അതിൻ്റെ 15 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഇവിടുത്തെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു പദം നീതിമാന്മാരുടെ മേൽ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദൈവം പാപിയെ സ്നേഹിക്കുന്നു, ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ ദൈവത്തോടുള്ള ശരിയായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാനാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യൻ്റെ വീഴ്ചയിൽ നിന്നും അവനെ വിടുവിച്ച് ദൈവത്തോടുള്ള ശരിയായ ബന്ധത്തിലേക്ക് അവനെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇന്നും ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി. യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനുള്ള ആ പദവി ദൈവം നമുക്ക് ഒരുക്കി തന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തോടുള്ള ആ റൈറ്റ് റിലേഷൻഷിപ്പിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ നീതിമാന്മാർ എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, റൈറ്റ് റിലേഷൻഷിപ്പിൽ, ശരിയായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നവരെ കുറിച്ചാണ് നീതിമാന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീതിമാന്മാർക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന 2 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ദൈവത്തിൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. രണ്ടാമത്, അവൻ്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ എന്നെയും നിങ്ങളെയും ആരും കാണാനില്ലെങ്കിലും ആരും കേൾക്കാനില്ലെങ്കിലും ദൈവം എൻ്റെയും നിൻ്റെയും കൂടെ ഉണ്ട് എന്ന് പറയുന്നിടത്തോളം ശക്തിയും ആ സന്തോഷവും വേറെ ഒന്നുമില്ല. ഈ സങ്കീർത്തന പുസ്തകത്തിൻ്റെ 11 വാക്യം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു: മക്കളെ, വന്നെനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. എന്നിട്ട് പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആര്? എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണല്ലത്. അങ്ങനെയുള്ളവർ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് സംസാരിച്ചതുപോലെ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ലോകത്തിൽ ഇപ്രകാരം ആർക്ക് ജീവിക്കാൻ സാധിക്കും? ഇത് ഇമ്പോസിബിൾ അല്ലേ? പക്ഷേ ദൈവത്താൽ സാധ്യമാണ്. മനുഷ്യരല്ല സാധ്യം, ദൈവത്താൽ സാധ്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. ആരാണോ ഹൃദയപ്രകാരം വാഞ്ചിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ദൈവത്തോടുള്ള റിലേഷൻഷിപ്പിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളവരെ ദൈവം കാണുന്നു, അതുപോലെ അങ്ങനെയുള്ളവരുടെ നിലവിളി ദൈവം കേൾക്കുന്നു. നോക്കിക്കേ, എത്രമാത്രം സന്തോഷകരമാണ് ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ കേൾക്കുന്നു എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗ്യപദവിയിലേക്ക് ഇന്ന് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആരെങ്കിലും ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ശരിയായ നിലയിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ആ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധത്തിൽ ശരിയായ നിലയിലേക്ക് കടന്നു വരുവാൻ ഇന്ന് എന്നോടൊപ്പം ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും ഹൃദയത്തിൽ സമാധാനമോ സ്വസ്ഥതയോ ഇല്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ നിരാശകളും അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിനുമുമ്പാകെ സമർപ്പിപ്പാൻ ഏവരെയും സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹാവ് എ നൈസ് ഡേ. ഗാഡ് ബ്ലെസ് യു ഓൾ.